വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകുമീ ബലിപീഠത്തിൽ. ദൈവം വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകുമീ ബലിപീഠത്തിൽ. നന്ദി തൻ ബലിയായി തെളിയുന്ന തിരിയായി തീർന്നിടാൻ ആശയോടണയുന്നിതാ. നന്ദി തൻ ബലിയായി തെളിയുന്ന തിരിയായി തീർന്നിടാൻ ആശയോടണയുന്നിതാ. തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാം, നവജീവൻ നേടാം, പുതുമലരായി വിരിയാം. തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാം, നവജീവൻ നേടാം, പുതുമലരായി വിരിയാം. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് ഓശാന ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഇവിടെ വിവിധ സ്ഥലങ്ങളിലൊക്കെയായി ഒന്നിച്ച് ചേർന്നിരിക്കുകയാണല്ലോ. ഈ വിശുദ്ധ ബലിയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ഓശാന ഞായർ ആചരണം, ഒരു ബലിയർപ്പണം ഉണ്ടായിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സാഹചര്യത്താൽ നമ്മൾ ഇന്ന് ഈ ടെലിവിഷൻ സെറ്റിൻ്റെ മുമ്പിലിരുന്ന് ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയാണ്. ഒത്തിരി പേർക്ക് ഇത് വലിയ സങ്കടമാണ്. ഒരു വക പള്ളിയിൽ പോകാത്തവർ പോലും രാവിലെ പള്ളിയിൽ പോവുകയും ബലിയിൽ പങ്കെടുക്കുകയും ഒരു ഓല വാങ്ങുകയും ചെയ്യുന്ന ദിവസമാണിന്ന്. ഓശാന ഞായറാഴ്ച രാവിലെ വലിയ ഉത്സാഹത്തോടു കൂടി പ്രായമായവരും യുവജനങ്ങളും കൊച്ചുകുട്ടികളുമൊക്കെ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിൽ ഉള്ളത് ഞാനിപ്പോൾ കാണുകയാണ്. നമുക്ക് നമ്മുടെ ആ സങ്കടങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് സന്തോഷത്തോടു കൂടി ഈ ബലി അർപ്പിക്കാം. നമുക്കെങ്ങനെയൊന്ന് ചിന്തിക്കാം, എങ്ങനെയെങ്കിലും ഒരു ബലി അർപ്പിക്കുവാൻ, ഓശാന കർമ്മത്തിൽ പങ്കെടുക്കാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നിട്ടുണ്ടല്ലോ. അതിൽ നമുക്ക് സന്തോഷിക്കാം. ആധുനിക ഈ സംവിധാനങ്ങൾ നമുക്കെത്ര അനുഗ്രഹമാണെന്ന് നമുക്ക് ഓർക്കാം. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടെലിവിഷനിലൂടെ കുർബാനയിൽ പങ്കെടുത്ത പലരും ഫോൺ വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞ ചില അനുഭവങ്ങളാണ്. ചിലർ പറഞ്ഞു, ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് പോലെ വസ്ത്രം മാറി ടെലിവിഷൻ്റെ മുമ്പിൽ ഒരു ഷീറ്റ് വിരിച്ച് ടെലിവിഷൻ സെറ്റിൻ്റെ സൈഡിൽ മെഴുകുതിരി കത്തിച്ച് വെച്ച് കുർബാന പുസ്തകം ഉപയോഗിച്ചാണ് ഈ കുർബാനയിൽ പങ്കെടുക്കുന്നത്. എഴുന്നേൽക്കുകയും മുട്ടുകുത്തുകയും ഒക്കെ ഞങ്ങൾ ചെയ്യും. എന്തെന്നില്ലാത്തൊരു അനുഭവമാണ് ആ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. വേറെ ചിലർ പറഞ്ഞു, ടെലിവിഷനിലൂടെ കുർബാന കണ്ടപ്പോൾ ഞാൻ കരയുകയായിരുന്നു, എന്തോ ഒരു വല്ലാത്ത അനുഭൂതി. വേറെ ആൾ പറഞ്ഞു, വിശുദ്ധ കുർബാന ഉയർത്തിയപ്പോൾ കരുണയുടെ ഈശോയുടെ മുഖമാണ്, രൂപമാണ് ഞാൻ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു ടെലിവിഷനിലൂടെ ഒരു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ പോലും നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ അടുത്തേക്ക് വരാൻ, നമുക്ക് ദൈവാനുഭവം തരാൻ, നമ്മളെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഇന്നത്തെ ബലിയർപ്പണത്തെ ആ ഒരു വിശ്വാസത്തോടു കൂടി നമുക്ക് കാണാം. ഇതിലൂടെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ പല വിധത്തിലുള്ള സങ്കടങ്ങളും
പല വിധത്തിലുള്ള പ്രാർത്ഥനകളുമൊക്കെയുണ്ട്. പള്ളിയിലാണെങ്കിൽ അത് നമുക്ക് അൾത്താരയിൽ വെക്കാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൈകളിൽ നിന്ന് നിങ്ങളുടെ ആ പ്രാർത്ഥനകളെ ഞാനിപ്പോൾ ഏറ്റുവാങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സങ്കടങ്ങളും നിങ്ങളിപ്പോൾ എൻ്റെ കയ്യിലേക്ക് തരിക. ഞാനത് സ്വീകരിച്ച് ഇവിടെ ഈ അൾത്താരയിൽ വെക്കും. എന്നിട്ട് കാസയും പീലാശയും ഉയർത്തുമ്പോൾ നിങ്ങളുടെ ആ നിയോഗങ്ങളും പ്രാർത്ഥനകളും നിങ്ങളുടെ ആ സങ്കടങ്ങളും കൂടി ഞാൻ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപക്ഷെ എത്രയോ ലക്ഷങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഇന്ന് കുർബാന അർപ്പിക്കുന്നത്. പരസ്പരം കാണുന്നില്ലെങ്കിലും വിശ്വാസത്തെ നമുക്ക് കാണാൻ പറ്റും. അനേക ലക്ഷങ്ങളോട് കൂടിയാണ് ഞാൻ ഈ ബലി അർപ്പിക്കുന്നത്. ശരീരം കൊണ്ട് അകലെയാണെങ്കിലും ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട് നമുക്കൊന്നാകാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കണമേ, ഞങ്ങളുടെ മനസ്സുകളെ ഒന്നിപ്പിക്കണമേ. അവിടുന്ന് ഇതിനെ ഞങ്ങളുടെ ഹൃദയത്തിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ഈ വിശുദ്ധ കുർബാന ഞങ്ങൾക്കെല്ലാവർക്കും വലിയ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിശബ്ദതയിലെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാനത് ഏറ്റുവാങ്ങി വിശ്വാസത്തിൽ ഈ അൾത്താരയിൽ വെക്കും. കാസയോടും ബിലാസയോടൊപ്പം ദൈവത്തിന് സമർപ്പിക്കും. നിശബ്ദതയിലെല്ലാം സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുരുങ്ങാം. യെരൂശലേം നഗരത്തിൻ വാതിൽ തുറക്കുന്നു, ഒലിവിൻ ശിഖരങ്ങൾ കൈകളിലുയരുന്നു, ഓശാനകളാൽ വഴിയെല്ലാം മുഖരിതമാകുന്നു. രാജമഹേശ്വരനാം മിശിഹാണയുന്നു, കഴുതക്കൊട്ടിയതാ വാഹനമാകുന്നു, തെരുവോരങ്ങളിൽ ജൈവിളികൾ മാറ്റൊലി തീർക്കുന്നു. വാനവരോടൊപ്പം പാടാമോശാന, വിനയാനിതരായി നാം നാദനു സ്തുതി പാടാം. സ്വർഗമനോഹര ഭവനത്തിൽ ചേർക്കുക ഞങ്ങളെയും. പാതകൾ തോറും പട്ടുവിരിപ്പുകളും സൈത്തിൻ കൊമ്പുകളും നിന്നെതിരേൽപ്പിന്നായി, അന്ന് വിരിച്ചതുപോൽ ഹൃദയം ഞങ്ങൾ വിരിച്ചിടാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മഹത്വത്തിൻ്റെ രാജാവായ മിശിഹായെ, വിനീതനായ കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറൂസലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നീതിമാനും പ്രതാപവാനുമായ രാജാവേ, നിനക്ക് ഓശാന പാടിയ സിയോൻ മക്കളുടെ കീർത്തനങ്ങളോടുകൂടി ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതികളും സ്വീകരിക്കണമേ. ഓശാന പാടി നിന്നെ എതിരേറ്റ ജനങ്ങളെപ്പോലെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ സഹനത്തിലും മരണത്തിലും ഉദ്ധാനത്തിലും പങ്കുചേർന്ന് ഈ പെസഹാരഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥായ നയിക്കും. ആമേൻ. വിനയാനിതനായി ദൈവസുതൻ യെരൂശലേം നഗരം പൂകുകയായി, ജനനിരയെല്ലാം ആഹ്ലാദം നിറയും മനമോടെതിരേറ്റു. ഭൂവാസികളെ വന്നിടുവിൻ, സ്തുതിഗീതങ്ങൾ പാടിടുവിൻ, ഗാനാലാപനനാദങ്ങൾ ഗഗനം മുഖരിതമാകട്ടെ. തിരുമുറ്റത്ത്
നാം നന്ദിയോടങ്ങയെ വാഴ്ത്തിടുവാൻ കരുണാമയനാം സകലേശൻ നിരുപമനെന്നും വിശ്വസ്തൻ. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും ആദിമുതൽക്കിന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നമ്മൾ കുരുത്തോല വെഞ്ചരിപ്പ് നടത്തുക. സുവിശേഷ വായനയ്ക്കും പ്രസംഗത്തിന് ശേഷമായിരിക്കും. കുർബാന പുസ്തകത്തിലെ ക്രമമനുസരിച്ച് നമ്മൾ ബാക്കി പ്രാർത്ഥനകൾ ഇപ്പോൾ ചൊല്ലുകയാണ്. ഞങ്ങളുടെ കർത്താവായ ദൈവമേയുടെ സ്നേഹത്തിൻ്റെ പരിമളിൽ ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അകലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സുന്ദരനായി വസിക്കുന്ന പരിശുദ്ധനും സുതരഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനുതവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഒന്നാം വായന. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 49 അധ്യായം 8 മുതൽ 12 വരെയും 22 മുതൽ 26 വരെയുമുള്ള തിരുവചനങ്ങൾ. ഗുരു ആശീർവദിക്കണമേ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. യൂദ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും. നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കുമ്പിടും. യൂദ ഒരു സിംഹക്കുട്ടിയാണ്. എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവൻ ഒരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായെ വിട്ടുപോകുകയില്ല. അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും. അവൻ്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചെമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും.
നീരുറവക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അതിൻ്റെ ശാഖകൾ മതിലിന് മീതെ പടർന്നു നിൽക്കുന്നു. വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു. അവർ അവന് നേരെ അമ്പെയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ, തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാരടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാവട്ടെ. നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ്. അവ ജോസഫിൻ്റെ ശിരസിൽ തൻ്റെ സഹോദരരിൽ നിന്ന് വേർപെട്ടിരുന്നവൻ്റെ മൂർധാവിൽ വർഷിക്കപ്പെടട്ടെ. ദൈവമായ കർത്താവിന് സ്തുതി. രണ്ടാം വായന സക്രിയയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 9-ാം അധ്യായം 9 മുതൽ 12 വരെ വാക്യങ്ങൾ. സിയോൻ പുത്രി, അതിയായി ആനന്ദിക്കുക. ജെറുസലേം പുത്രി, ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും. പടവില്ല് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനം അരുളും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാൽ ഈ സുദിനം ഹല്ലേലൂയ പാടുക നാം, വാഴ്ത്തിടാം നിത്യം തിരുനാമം. തന്മഹിമാവല്ലോ വാനിലും മൊഴിയിലും തിങ്ങി വിളങ്ങുന്നു. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാൽ ഈ സുദിനം ഹല്ലേലൂയ പാടുക നാം, വാഴ്ത്തിടാം നിത്യം തിരുനാമം. ജനതകളവിടുത്തെ മഹിമകൾ പാടുന്നു, താണുവണങ്ങുന്നു. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാൽ ഈ സുദിനം ഹല്ലേലൂയ പാടുക നാം, വാഴ്ത്തിടാം നിത്യം തിരുനാമം. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാൽ ഈ സുദിനം ഹല്ലേലൂയ പാടുക നാം, വാഴ്ത്തിടാം നിത്യം തിരുനാമം. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാൽ ഈ സുദിനം ഹല്ലേലൂയ പാടുക നാം, വാഴ്ത്തിടാം നിത്യം തിരുനാമം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവജനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 13 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ.
ആശ്രയിക്കാം. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. വിജാതീയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയാകുലരാക്കാനും അങ്ങനെ അവരിൽ കുറേ പേരെങ്കിലും രക്ഷിക്കാനും എനിക്കിടയാകുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാര്യം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും? ധാന്യമാവിൽ നിന്ന് ആദ്യഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ്. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. ഒലിവു മരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ച് കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണെന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക. എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്നു നീ പറഞ്ഞേക്കാം. അതു ശരി തന്നെ. അവരുടെ അവിശ്വാസ നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കുക. എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും. തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും. അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും. വനത്തിലെ ഒലിവു മരത്തിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു. കൃഷിസ്ഥലത്തെന്നല്ല, ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ അവയുടെ തായ്തണ്ടിൽ വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ 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 പാടാമൊന്നായി, ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര മനോജ്ഞം നിൻ തിരുനാമം കർത്താവേ, ഈ ഭൂമിയിലെങ്ങും നിന്റെ മഹത്വം വാനിനുമീതെ കീർത്തിതമാണെന്നറിവു ഞങ്ങൾ. നിന്നോട് ചിന്തയെ എത്താൻ മാത്രം എന്തൊരു മേന്മ മനുഷ്യനിലുള്ളൂ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ 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 പാടാമൊന്നായി, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 21 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അവർ ജെറൂസലമിനെ സമീപിക്കവേ ഒലിവുമലക്കരികെയുള്ള ബത്ഫഹയിലെത്തി. അപ്പോൾ യേശു തൻ്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുകയും അവിടെ ഒരു കഴുതിയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി
കഴുതയുടെയും കഴുതക്കുട്ടയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്ത് വിളിച്ചു, ദാവീദിന്റെ പുത്രൻ ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോശാന. അവൻ ജെറൂസലമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി ബശായി. ആരാണിവനെന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലിയായിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെയെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാപവിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ഭവനം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവീദിന്റെ പുത്രൻ ഹോശാന എന്ന് ഉദ്ഘോഷിച്ച ദേവാലയത്തിൽ ആർപ്പ് വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോഷാകുലരായി. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? യേശു പ്രതിഭജിച്ചു, ഉവ്വ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരത്തിൽ നീ സ്തുതികൾ ഒരുക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബഥാനിയയിലേക്ക് പോയി അവിടെ താമസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഹോശാന ഞായറാഴ്ചയിൽ ഒരു സന്ദേശം പറയുമ്പോൾ അത് പെസഹ വ്യാഴവുമായി ഒന്ന് ബന്ധപ്പെടുത്തി പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഈജിപ്തിലെത്തിയ ഇസ്രായേൽക്കാർ ഫറവോയാൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം അവരെ വിമോചിപ്പിക്കുകയും ചെയ്തു. കർത്താവ് പറഞ്ഞതുപോലെ കറയില്ലാത്ത ആടിനെ കൊന്നതും ആടിൻ്റെ രക്തം വീടിൻ്റെ കട്ടിളപ്പലയിൽ തളിച്ചതും ആടിനെ ചുട്ട് ഭക്ഷിച്ചതും ആ രാത്രിയിൽ കർത്താവ് ഈജിപ്തിലൂടെ കടന്നുപോയതും ഈജിപ്തുകാരുടെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരെ കൊന്നതും ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ ഉപദ്രവിക്കാതെ കടന്നുപോയതുമൊക്കെ നമ്മളിന്ന് ഓർക്കണം. കർത്താവ് അവരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഈ മാസം നിങ്ങൾക്ക് ഒന്നാമത്തെ മാസമായിരിക്കണം. മാസത്തിലെ 10-ാം ദിവസം ഓരോരുത്തരും ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. 14-ാം തീയതി വൈകുന്നേരം അതിനെ കൊന്ന് അതിൻ്റെ രക്തം തളിച്ച് മാംസം ചുട്ട് ഭക്ഷിക്കണം. ഇസ്രായേൽക്കാരുടെ കലണ്ടർ അനുസരിച്ച് മാസത്തിലെ ഒന്നാമത്തെ മാസം നീസാൻ മാസമെന്ന് പറയും. കാനാനായ കലണ്ടർ അനുസരിച്ച് അതിനെ അബീബ് മാസമെന്നും പറയും. നമ്മുടെ നാട്ടിലെ അഥവാ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചുള്ള മാർച്ച് അവസാനം ഏപ്രിൽ മാസത്തിന് തുല്യമാണത്. അപ്പോൾ ഈ നീസാൻ മാസം 10-ാം തീയതി യഹൂദര് പെസഹായ്ക്ക് കൊല്ലുവാനുള്ള ആടുകളെ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ്. കറയില്ലാത്ത 1 വയസ്സ് മാത്രം പ്രായമുള്ള മുട്ടാടിനെ തിരഞ്ഞെടുക്കുന്ന ദിവസം. പ്രിയപ്പെട്ടവരെ, ആ നീസാൻ മാസം 10-ാം ദിവസമാണ് യേശു
ജെറൂസലേമിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ജനങ്ങളെല്ലാം കൂടി യേശുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പെസഹായുടെ ഒരു ചരിത്രം കൂടി നിങ്ങളോട് ഞാൻ പറയാം. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് പെസഹ ആചരിക്കുന്നത് അതാത് വീടുകളിലായിരുന്നു. വീട്ടിൽ വെച്ച് ആട്ടിനെ കൊല്ലണം, വീട്ടിൽ വെച്ച് രക്തം തളിക്കണം, ചുട്ടു ഭക്ഷിക്കണം. എന്നാൽ സോളമൻ രാജാവ് ജെറൂസലം ദേവാലയം പണിതപ്പോൾ മുതൽ എല്ലാ ബലിയർപ്പണങ്ങളും ജെറൂസലം ദേവാലയത്തിലേക്ക് മാറ്റി. അങ്ങനെ പെസഹായ്ക്കുള്ള ആടിനെ സാക്ഷ്യപ്പെടുത്തുന്നതും ആടിനെ കൊല്ലുന്നതും എല്ലാം ജെറൂസലം ദേവാലയത്തിലേക്ക് മാറ്റി. ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പെസഹ തിരുനാളിന് 25 മുതൽ 30 ലക്ഷം വരെ യഹൂദന്മാർ ജെറൂസലമിൽ സമ്മേളിക്കുമായിരുന്നു. ഒരു പെസഹ കാലത്ത് ഏകദേശം 2,56,000 ആടുകളെ കൊന്ന് അതിൻ്റെ രക്തം ബലിപീഠത്തിൽ ഒഴിച്ച് ആടിനെ വീട്ടിൽ കൊണ്ടുപോയി അഥവാ കൂടാരങ്ങളിൽ താമസിച്ച് ചുട്ട് ഭക്ഷിച്ചിരുന്നു. അപ്പോൾ വീടുകളിലെ പെസഹ ആഘോഷത്തിൻ്റെ 1-ാം ഭാഗം ജെറൂസലം ദേവാലയത്തിലേക്ക് മാറി. ആടിനെ സാക്ഷ്യപ്പെടുത്തുക, ആടിനെ കൊല്ലുക, അതിൻ്റെ രക്തം അൽത്താരയിൽ ഒഴിക്കുക, ഇത്രയും കാര്യങ്ങൾ. അതിനുശേഷം ആടിനെ കൊണ്ടുവന്നയാൾക്ക് കൊടുക്കും. അവർ തിരിച്ച് വീട്ടിലെത്താൻ സമയമില്ല. അവിടെ ജെറൂസലം ദേവാലയത്തിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ കൂടാരം പഠിച്ച് അവിടെ താമസിച്ച് ഈ ആടിനെ ചുട്ട് ഭക്ഷിക്കും. ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 25-30 ലക്ഷം യഹൂദന്മാർ ജെറൂസലേമിലുണ്ടെന്ന ഭാവനയെ കാണുക. 2.5 ലക്ഷത്തിലധികം ആടുകളെ കൊല്ലാനായി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കാണുക. പുരോഹിതന്മാരെ ആടുകളെ സാക്ഷ്യപ്പെടുത്തി പെസഹായ്ക്ക് കൊല്ലുവാൻ യോഗ്യതയുള്ള ആടുകളാണെന്ന് സാക്ഷ്യപ്പെടുത്തണം. ഈ ചടങ്ങുകൾ ഒക്കെ ഉള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു കഴുതപ്പുറത്ത് ജെറൂസലേമിലേക്ക് വരുന്നത്. ആളുകൾ യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഓശാന ഗീതികൾ പാടുന്നത്. നമ്മളിന്ന് പലപ്പോഴും ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം അല്പം വ്യത്യസ്തമായ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഓശാന പാടുക എന്നൊരു ചൊല്ല് തന്നെ നമ്മുടെ ഇടയിലുണ്ട്. ഓശാന പാടുക എന്ന് വെച്ചാൽ ഒരാളെ സ്തുതിക്കുക, പുകഴ്ത്തുക, മഹത്വപ്പെടുത്തുക, പൊങ്ങച്ചം പറയുക, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമെന്നുണ്ട്. എന്നാൽ ഓശാന എന്ന വാക്കിൻ്റെ ആരംഭത്തിലുള്ള അർത്ഥം ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ ഈ ആടുകളെയും ആടിൻ്റെ രക്തത്തെയും ഒക്കെ വിട്ടിട്ട് ഈ ഓശാന ഞായറാഴ്ച യാതൊരു മുന്നൊരുക്കവുമില്ലാതെ അനേകം ആളുകൾ യേശുവിൻ്റെ അടുത്തേക്ക് ചെന്ന് യേശുവിനെ ജെറൂസലം ദേവാലയത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നപ്പോൾ വിളിച്ചു പറയുന്ന ഒരു വാക്കാണ് ഹോശാന, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ. അതൊരു വലിയ തിരിച്ചറിവിൻ്റെ സമയമായിരുന്നു. ഞങ്ങൾ കൊല്ലുന്ന ഈ ലക്ഷക്കണക്കിന് ആടുകൾക്ക്, ഈ ആടിൻ്റെ രക്തത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവില്ല. ദൈവമേ യേശുവേ, നിനക്ക് നിൻ്റെ രക്തത്തിനാണ് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുക എന്നറിഞ്ഞോ അറിയാതെയോ, അർത്ഥം മുഴുവൻ മനസ്സിലാക്കുകയോ മനസ്സിലാക്കാതെയോ ഈ ജനങ്ങൾ ഏറ്റുപറയുകയായിരുന്നു, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് യേശുവിനോട് നടത്തിയ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക ആളുകളുടെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും. ചില പ്രതിസന്ധികൾ നമ്മളെ രക്ഷിക്കും. ഞാൻ വായിച്ച ഒരു സംഭവം നിങ്ങളോട് പറയാം. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മുകളിൽ കൂടി ഒരിക്കലൊരു വിമാനം യാത്രക്കാരുമായിട്ട് പറക്കുകയാണ്. അപ്പം അങ്ങനെ പറക്കുമ്പോൾ ആ വിമാനത്തിൽ വെച്ച് ഒരു യാത്രക്കാരന് അസുഖമുണ്ടായി. അദ്ദേഹത്തിൻ്റെ മോഹാലിസ്യപ്പെട്ട് ബോധം കെട്ടുന്ന ഒരവസ്ഥയിലെത്തി. അപ്പോൾ വിമാനത്തിലെ സ്റ്റാഫ് അവരെക്കൊണ്ട് പറ്റുന്ന
സഹായങ്ങളൊക്കെ ചെയ്തു, ചികിത്സകളൊക്കെ ചെയ്തു നോക്കി. പക്ഷെ ഇവർ ഗുണവും കിട്ടിയില്ല. പല യാത്രക്കാരും സഹായിക്കാൻ വന്നു, അവർക്കും സഹായിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ വിമാന ജീവനക്കാർ അനൗൺസ് ചെയ്തു, ഈ വിമാനത്തിൽ ആരെങ്കിലും ഡോക്ടർമാരുണ്ടോ? അപ്പോൾ ആ വിമാനത്തിലുണ്ടായിരുന്നൊരു ഡോക്ടർ പെട്ടെന്ന് എഴുന്നേറ്റ് ഈ രോഗിയുടെ അടുത്തെത്തി രോഗിയെ പരിശോധിച്ചപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം ഡീഹൈഡ്രേഷനാണ്. എന്നുവെച്ചാൽ ശരീരത്തിൽ വെള്ളമില്ലാത്തത് കൊണ്ട് സംഭവിച്ച ഒരു പ്രശ്നമാണ്. ഡോക്ടർ പറഞ്ഞു, ഇദ്ദേഹത്തിന് കുറച്ച് ഓറഞ്ച് ജ്യൂസ് കൊടുക്കുക. അങ്ങനെ കുറച്ച് ഓറഞ്ച് ജ്യൂസ് കൊടുത്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ എഴുന്നേറ്റ് നോർമലായി. അപ്പം അവിടെ ഈ വിമാനത്തിലെ ജീവനക്കാരും മറ്റ് യാത്രക്കാരുമൊക്കെ ഈ രോഗിയെ സഹായിക്കുന്നതിൽ അവർക്കറിയാവുന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടും പരാജയപ്പെട്ടു. അപ്പോൾ ഒരു ഡോക്ടറുടെ ഇടപെടൽ അവിടെ വളരെ ഉപകാരമായി. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഡോക്ടർ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക, അങ്ങനെ ഒരു സഹായം കിട്ടത്തില്ലായിരുന്നു, അങ്ങനെ ഒരു ആശയം ഉണ്ടാകത്തില്ലായിരുന്നു. ആ രോഗിക്ക് എന്ത് സംഭവിക്കാൻ നമുക്ക് ഊഹിക്കാനും പറ്റത്തില്ല. ഇതുപോലെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാവുന്ന എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ചിട്ടും ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ തീരാതെ കിടക്കും, ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റാതെ കിടക്കും. അങ്ങനെയുള്ള അവസരത്തിൽ ഒരു എക്സ്പെർട്ടിൻ്റെ സഹായം, ഒരു വിദഗ്ധൻ്റെ സഹായം, യഥാർത്ഥത്തിൽ സഹായിക്കാൻ പറ്റുന്ന ഒരാളുടെ സഹായം നമുക്ക് ആവശ്യമായി വരും. ഈ അവസാന ഞായറാഴ്ച ഈ ജനങ്ങൾ ഇത് തന്നെയാണ് കാണിച്ചത്. ഞങ്ങൾ കൊല്ലുന്ന ആടിനെ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല, ഈ ആടിൻ്റെ രക്തത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കുവാൻ ഒരു എക്സ്പെർട്ട് വേണം, ഒരു വിദഗ്ധൻ വേണം. അത് നീയാണ് എന്ന് യേശുവിനോട് പറയുക. നിനക്കേ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, നിനക്കേ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് അവസാന ഗീതത്തിൽ അവർ പാടിയ ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അവസാനം എന്ന വാക്കിന് സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ഈ അവസാനം പാടുമ്പോൾ അവർ യേശുവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. കാരണം ദൈവമേ, നീ ഞങ്ങളെ രക്ഷിക്കുന്നതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തുതിക്കുന്നു, നീ ഞങ്ങളെ രക്ഷിക്കുന്നതോർത്ത് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു എന്നൊരർത്ഥമുണ്ട്. ഒരു വശത്ത് ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നൊരു പ്രാർത്ഥന, മറുവശത്ത് രക്ഷിക്കുന്ന ദൈവത്തിന് ഒരു നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് ഏതാണ്ട് ഈ ഓശാന പാടിയ ആ ഇസ്രായേൽ ജനത്തിനുണ്ടായ ഒരു അനുഭവത്തിലൂടെയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ പ്രതീക്ഷ വെച്ച് ആത്മവിശ്വാസത്തോടെ ജീവിച്ചു പോവുകയായിരുന്നു. നമ്മൾ നോക്കിക്ക് എത്രയോ പേര് വലിയ ആത്മവിശ്വാസത്തിലും കുറേ പേരെങ്കിലും വലിയ അഹന്തയിലുമൊക്കെയാണ് ജീവിച്ചിരുന്നത്. എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് സ്വത്തുണ്ട്, എനിക്ക് സ്വാധീനമുണ്ട്, എനിക്ക് സമ്പാദ്യമുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് വീടുണ്ട്, എനിക്ക് അതുണ്ട്, ഇതുണ്ട്, എല്ലാമുണ്ട്. അതിന് പുറമെ എനിക്ക് ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, അറിവുണ്ട്, സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, മറ്റ് സ്വാധീനങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ കാര്യം നോക്കാം, എനിക്കറിയാം എന്നുള്ള ഒരു അതിരുവിട്ട ആത്മവിശ്വാസത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിന്ന് ഈ പ്രതിസന്ധിയിലേക്ക് പെട്ടെന്ന് എടുത്തെറിയപ്പെട്ടത്. നമ്മളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി. ഇസ്രായേൽക്കാർ ആടിനും രക്തത്തിനും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ അടുത്തേക്ക് ഓടി. പ്രിയപ്പെട്ടവർ, ഇതുപോലെ നമുക്കും ഈ ദിവസങ്ങൾ ഒരു തിരിച്ചറിവിൻ്റെ സമയമാണ്. നമ്മളെ പ്രതീക്ഷ വെച്ച ആർക്കും, പ്രതീക്ഷ വെച്ച വസ്തുക്കൾക്കും ആത്യന്തികമായി നമ്മളെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്നൊരു തിരിച്ചറിവ്. ദൈവത്തിലേക്ക് തിരിയാൻ, ദൈവമേ നിനക്കേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്നൊരു തിരിച്ചറിവിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ അധരത്തിലൂടെ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനകൾ ഉയരുവാനായിട്ട് ഈ പകർച്ചവ്യാധിയുടെ കാലഘട്ടം, ഈ വിശുദ്ധ വാര ആചരണം നമ്മളെ സഹായിക്കുമെങ്കിൽ അത് ഒത്തിരി നല്ലതാണ്. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തെ വിളിക്കും, പ്രതിസന്ധി തീരുമ്പോൾ ദൈവത്തെ വിട്ടു. പ്രശ്നമില്ലയോ, എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ,
എനിക്ക് വീണ്ടും നേരെ നിൽക്കാറായോ? പിന്നെ എനിക്കതൊന്നും ആവശ്യമില്ല. ഇതാണ് മനുഷ്യൻ്റെ പൊതുചിന്ത. അപ്പോൾ ഈ പകർച്ചവ്യാധിയുടെ കാലഘട്ടം, ഈ വലിയ ആഴ്ച ആചരണമൊക്കെ നമുക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് തരേണ്ടത്. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ മാത്രമുള്ളൊരു ദൈവാനുഗ്രഹം നമുക്ക് പോരാ, ഒരു ദൈവാശ്രയം നമുക്ക് പോരാ. ജീവിതത്തിൽ ഉടനീളം ദൈവത്തെ ആശ്രയിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവാനുഗ്രഹം നേടി മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ഒരു ജീവിത ശൈലി നമുക്കുണ്ടാകണം. അതിന് ഒരുപക്ഷെ ഈ പ്രതിസന്ധികളും ഈ രോഗങ്ങളും ഈ സാമ്പത്തിക തകർച്ചയും ഈ ജോലിയില്ലായ്മയും ഒക്കെ നമ്മളെ സഹായിക്കും, അഥവാ സഹായിക്കണം. അങ്ങനെ സഹായിച്ചാൽ അത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും. പ്രിയപ്പെട്ടവരെ, നിസാൻ 10 ഇന്ന് നമ്മൾ ആചരിക്കുകയാണ്. ഇസ്രായേൽക്കാർ ആടിനെ തിരഞ്ഞെടുത്ത ദിവസം, ആടിനെ തള്ളിപ്പറഞ്ഞിട്ട് യേശുവിനെ തിരഞ്ഞെടുത്ത ദിവസം. സ്നാപക യോഹന്നാൻ യേശുവിനെ ആദ്യം പരിചയപ്പെടുത്തിയ എങ്ങനെയാണ്? ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അവൻ്റെ പുറകെ പൊക്കൂ, ഇനി എൻ്റെ പുറകെ വരണ്ട, അവൻ്റെ പുറകെ പൊക്കൂ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ പുറകിലേക്ക് ആളുകളെ പറഞ്ഞു വിടുകയാണ്. ആ യോഹന്നാൻ ചൂണ്ടിക്കാണിച്ച ലോകത്തിൻ്റെ പാപം നീക്കുന്ന ആ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചറിഞ്ഞ് ആളുകൾ എതിരേറ്റ്, ദൈവമേ നിൻ്റെ രക്തത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് നമുക്ക് ഏറ്റുപറയാം, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾ കരുതിയ പലർക്കും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവില്ല എന്ന് ഈ നാളുകളിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവമേ, നിൻ്റെ മുഖത്തേക്ക് നോക്കാൻ, നിന്നെ രക്ഷകനായി തിരിച്ചറിയാൻ, പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിൻ്റെ തണലിൽ ജീവിക്കുവാൻ ഞങ്ങളെ തയ്യാറാക്കണമേ, ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. നമ്മൾ ഓരോരുത്തരും എന്തെല്ലാം കാര്യത്തിലാണ് പ്രത്യാശ വെച്ചത്? ജോലിയിൽ പ്രത്യാശ വെച്ചവരില്ലേ? സമ്പത്തിൽ പ്രത്യാശ വെച്ചവരില്ലേ? മനുഷ്യരിൽ പ്രത്യാശ വെച്ചവരില്ലേ? ആരോഗ്യത്തിൽ പ്രത്യാശ വെച്ചവരില്ലേ? അനുഭവജ്ഞാനത്തിൽ പ്രത്യാശ വെച്ചവരില്ലേ? മറ്റ് പലതിലും പ്രത്യാശ വെച്ചവരില്ലേ? ആ പ്രതീക്ഷകൾ പല ദൈവ ദിവസങ്ങളിൽ പൊളിഞ്ഞു പോയില്ലേ? അഥവാ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഞാനതിൽ സന്തോഷിക്കുകയല്ല, അത് തീർച്ചയായിട്ടും ദുഃഖമുള്ള കാര്യമാണ്. പക്ഷേ ഈ തകർച്ച, ഇതൊന്നും നമ്മളെ സഹായിക്കില്ല എന്ന ഒരു തിരിച്ചറിവ്, നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരാളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കണം. ആ വിമാന ജീവനക്കാരെല്ലാം പരാജയപ്പെട്ടപ്പോൾ ഇവിടെ ഒരു ഡോക്ടറുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചല്ലോ. ഇപ്പോൾ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ, ചെന്ന് സഹായിച്ചല്ലോ, ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസിൽ പ്രശ്നം തീർത്തല്ലോ. ഇവിടെ അതിന് പകരം നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു യേശുവുണ്ട് നമ്മുടെ ഈ യാത്രയിൽ. ഓറഞ്ച് ജ്യൂസിന് പകരം അവൻ്റെ രക്തമുണ്ട്, അവൻ്റെ രക്തം. ആ രക്തത്താൽ നമുക്ക് രക്ഷയുണ്ട്, പാപമോചനമുണ്ട്. ഇവിടെ നമ്മുടെ മനസ്സിൻ്റെ ഫോക്കസ് നമുക്ക് ഒന്ന് യേശുവിലേക്ക് തിരിക്കാം. ബാക്കിയൊക്കെ പോയത് പോട്ടെ, ഉള്ളതുണ്ടാകട്ടെ. ഇത് തന്നതും നിലനിർത്തുന്നതും തിരിച്ചെടുക്കുന്നതും നഷ്ടപ്പെട്ടാലും വീണ്ടും തരുന്നതും ഇത് ദൈവം തന്നെയാണ്. അതിനൊക്കെ നമുക്ക് പ്രധാനപ്പെട്ടത് ഇത് തരാൻ കഴിയുന്ന, തിരിച്ചെടുക്കാൻ കഴിയുന്ന, വീണ്ടും തരാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ആ ശക്തിയാണ്, ദൈവം തരുന്ന രക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിലേക്ക് തിരിയാനൊരവസരമാണിത്. ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനൊരവസരമാണിത്. കൂടുതൽ ദൈവസ്നേഹത്തിൽ വളരാൻ അവസരമാണിത്. ദൈവകൽപ്പനകൾ കൂടുതൽ പാലിച്ച് ജീവിക്കാൻ നമുക്ക് പ്രചോദനം തരുന്ന ഒരു കാര്യമാണിത്. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ചില തിരിച്ചറിവുകൾ നീ ഞങ്ങൾക്ക് തരികയാണ്. ഈ തിരിച്ചറിവ് ഞങ്ങൾക്ക് പുതിയ ആത്മീയ ബോധ്യങ്ങൾ തരട്ടെ, പുതിയ ഉൾക്കാഴ്ചകൾ ഞങ്ങൾക്ക് തരട്ടെ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ അത് ആഴമുള്ളതും ബലമുള്ളതുമാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിശബ്ദതയിൽ എല്ലാം സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ രക്തത്തിലൂടെ ഞങ്ങൾക്ക് രക്ഷ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആ യഹൂദജനം പാടിയതുപോലെ അവർ ചൊല്ലിയ ആ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, നിത്യശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബൈബിളിൽ നമ്മൾ വായിക്കുന്ന ഒരു വചനം കൂടിയുണ്ട്. മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്, എന്നാൽ മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. നമ്മൾ ഭാഗ്യവാന്മാരെന്ന് നിർഭാഗ്യവാനെന്ന് വിളിക്കുന്നത് തികച്ചും ഭൗതികമായ മാനദണ്ഡങ്ങൾ നോക്കിയിട്ട്. ആർക്ക് സമ്പത്തുണ്ട്, ആർക്ക് സൗന്ദര്യമുണ്ട്, ആർക്ക് ആരോഗ്യമുണ്ട്, ആർക്ക് സ്വാധീനമുണ്ട്, അവരൊക്കെ ഭാഗ്യവാന്മാർ. ഇതൊക്കെ ഇല്ലാത്തവരെ കുറഞ്ഞവരെ നിർഭാഗ്യവാന്മാർ. എന്നാൽ ദൈവം പറയുന്നു അങ്ങനെയല്ല. ഇവരെ ഭാഗ്യവാന്മാരെന്നോ ഇവരെ നിർഭാഗ്യവാന്മാരെന്നോ പറയാൻ വരട്ടെ. മരിച്ച് ആരുടെ ആത്മാവ് സ്വർഗത്തിലെത്തുന്നവോ അവർ മാത്രമാണ് ഭാഗ്യവാന്മാർ. അല്ലാത്തവരെല്ലാം നിർഭാഗ്യവാന്മാരാണ് കർത്താവ് പറയുന്നത്. നമുക്കെല്ലാവർക്കും സ്വർഗത്തിലെത്തണം. ഐസയ പ്രവാചകൻ പറഞ്ഞ പോലെ ഇന്ന് അശുദ്ധമായ അധരത്തോടു കൂടി അശുദ്ധമായ അധരങ്ങളുള്ളവരോട് ചേർന്ന് ഈ ഓശാന ഗീതം പാടുമ്പോൾ, ഈ ഓശാന ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സകല മാലാഖമാരും വിശുദ്ധരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിലെ നിത്യമായ ഓശാന ഗീതത്തിൽ കൂടി പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ വിശുദ്ധ കുർബാന തുടരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓശാന ഞായറിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ഓലവെഞ്ചിരിപ്പ് നടത്തുകയാണ്. കർത്താവായ ദൈവമേ, നിത്യം ജീവിക്കുന്നവനായ അങ്ങേക്കും പരിശുദ്ധനായ അങ്ങയുടെ അഭിഷേകത്തിനും ജീവദായകനായ ദിവ്യാത്മാവിന് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിനെയും നാഥായ നയിക്കും. ആമേൻ. ഓശാന പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യാപദാനങ്ങൾ കീർത്തിക്കുവിൻ. കാഹളമൂതുവിൻ, വീണകൾ മീട്ടുവിൻ, പാവന പാദം നമിച്ചിടുവിൻ, പാവന പാദം നമിച്ചിടുവിൻ. പൂക്കൾ വിരിക്കുവിൻ, വീതിയൊരുക്കുവിൻ, വിണ്ടലനാഥനെഴുന്നള്ളുന്നു. ആനന്ദഗാനങ്ങൾ എങ്ങും മുഴങ്ങട്ടെ, സൃഷ്ടികൾ നാഥനെ വാഴ്ത്തിടട്ടെ, സൃഷ്ടികൾ നാഥനെ വാഴ്ത്തിടട്ടെ. ഓശാന പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യാപദാനങ്ങൾ കീർത്തിക്കുവിൻ. കാഹളമൂതുവിൻ, വീണകൾ മീട്ടുവിൻ, പാവന പാദം നമിച്ചിടുവിൻ, പാവന പാദം നമിച്ചിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ നാഥനും രക്ഷകനും രാജാതിരാജനുമായ മിശിഹായെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ജെറൂസലം പട്ടണത്തിലേക്കുള്ള ആകാശപൂർവമായ നിന്റെ പ്രവേശനത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൻ പാർക്കണമേ. സൈത്തിൻ കൊമ്പുകൾ പിടിച്ചുകൊണ്ട് നിന്നെ എതിരേറ്റവരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ വലതുകരം നീട്ടി ഈ കുരുത്തോലകൾ ആശീർവദിക്കണമേ. ഞങ്ങളെയും ഈ കുരുത്തോല സ്ഥാപിക്കപ്പെടുന്ന ഭവനങ്ങളെയും സ്ഥലങ്ങളെയും നിന്റെ കൃപാവരം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവ്, ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കുരുത്തോല ഏറ്റുവാങ്ങുവാനും ഭവനങ്ങളിൽ സ്ഥാപിക്കുവാനും സാധിക്കാത്ത സാഹചര്യത്തിൽ എല്ലാ കുടുംബങ്ങളെയും നിന്റെ കൃപാവരം കൊണ്ട് നിറയ്ക്കണമേ. ഓശാന പാടി ഇന്ന് നിന്നെ എതിരേൽക്കുന്ന ഞങ്ങൾ മഹത്വപൂർണമായ നിന്റെ പ്രത്യാഗമനത്തിന് നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ജെറൂസലമിൽ പ്രവേശിച്ച്
ആനന്ദപൂർവ്വം നിന്നെ സ്തുതിക്കുവാനും അർഹരാകട്ടെ. സകലത്തിനെയും നാഥായ നയിക്കും. ആമേൻ. ഓശാന ഓശാന ദാവീദിൻ സുതനോശാന. ഓശാന ഓശാന കർത്താവിൻ പൂജിത നാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടുവിൻ. വിണ്ണിൻ പൂവേദിയിലോശാന ദാവീദിൻ സുതനോശാന. ഓശാന ഓശാന ബാലകരും തീർത്ഥകരും നാഥനു ജയഗാനം പാടുന്നു. പുതുമലരും തളിരിലയും നാഥനു ജയഗാനം പാടുന്നു. നാഥനു ജയഗാനം പാടുന്നു. ഓശാന ഓശാന. നമുക്കെല്ലാവർക്കും ഭക്തിയോടും സന്തോഷത്തോടും കൂടെ നിന്ന് വിനീതനായ യെരൂശലേമിൽ പ്രവേശിച്ച മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ഓശാന പാടി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു എന്ന് ഏറ്റുപറയാം. ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സകല ജനപദങ്ങളും മിശിഹായെ രക്ഷകനും നാഥനുമായി അംഗീകരിക്കുവാനും ഏറ്റുപറയുവാനും ഇടയാക്കുന്ന കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഭൂമിയിൽ മിശിഹായ്ക്ക് സ്തുതിഗീതങ്ങൾ ആലപിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മിശിഹായെ പോലെ വിനയത്തോടും എളിമയോടും കൂടെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹെബ്രായ പൈതങ്ങളുടെ സ്തുതിഗീതങ്ങൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ച കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റിയ കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ റെമിജിയോസ് മെത്രാനെയും അവരുടെ സഹശുശ്രൂഷികളെയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളോടൊപ്പം ഈ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. അവർ ഈ സമയത്ത് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നോ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ, സ്വർഗത്തിൻ്റെ സമ്മന്നതയിൽ നിന്ന് ഓരോരുത്തർക്കും ആവശ്യമായ ആത്മീകവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രശ്നങ്ങൾ കാണുകയും പരിഹാരം കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കാണാൻ കഴിയുന്നവനും പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നവനുമാണല്ലോ അവിടുന്ന്. കർത്താവേ, ഓരോരുത്തരുടെയും സങ്കടങ്ങളെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഓരോരുത്തർക്കും ആവശ്യമായ ആത്മീകവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ പരിവർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജനമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈകവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ ഇറഞ്ഞ ബലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യമായ സകല വിപത്തുകൾ തന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയമാകുന്നു.
മേഘത്തേരേറി വന്നവനെ പോലെ ബാലകർ കീർത്തിച്ചു ദൈവിക ഭവനം പൂകിടുവാൻ അണയും നീശോ വിനയമോടെ ഉന്നത വീതിയിലോശാന നിത്യം രക്ഷകനോശാന ഉന്നതനാം നാദൻ സംപൂജ്യൻ. അവരുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകൾ പോലെയാകുന്നു. മേഘത്തേരേറി വന്നവനെ പോലെ ബാലകർ കീർത്തിച്ചു ദൈവിക ഭവനം പൂകിടുവാൻ അണയും നീശോ വിനയമോടെ ഉന്നത വീതിയിലോശാന നിത്യം രക്ഷകനോശാന ഉന്നതനാം നാദൻ സംപൂജ്യൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാറിയൂസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ നയിക്കുവാമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേനാമേനും നൽഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂട രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടികളുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എല്ലാ സൃഷ്ടിക്കപ്പെട്ടവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്കും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സ്ഥലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ തന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ
നമ്മെ ഇഷ്ടരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷത്തിൻ്റെ ശരീരരത്നങ്ങളാകുന്ന ദിവരസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കരുണാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധന രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓശാന ഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 2 ഓശാന ഗീതങ്ങളെപ്പറ്റി ബൈബിള് പറയുന്നുണ്ട്. ഒന്നാമത്തേത് സ്വർഗത്തിൽ നടക്കുന്ന ഓശാന ഗീതമാണ്. മാലാഖമാർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പാടുന്ന ഓശാന ഐശയ്യാസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. മാലാഖമാർ സാഷ്ടാംഗം വീണ് കിടന്ന് ചിറക് കൊണ്ട് മുഖം മറച്ച് ഓശാന പാടി ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത്തെ ഓശാന ഗീതം ഓശാന ഞായറാഴ്ച ജെറൂസലേം നിവാസികൾ പാടിയ ഓശാനയാണ്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാനൊരു ദർശനമുണ്ടാവുകയാണ്. കയ്യിൽ വെള്ളവസ്ത്രം ധരിച്ച് കുരുത്തോല പിടിച്ച് എണ്ണിയാൽ തീരാത്ത അത്രയും ആളുകൾ കാത്തു നിൽക്കുന്നു. യോഹന്നാൻ ചോദിച്ചു, ഇവരാരാണ്, ഇവരെന്തിനാണ് നിൽക്കുന്നത്? മറുപടി ഇങ്ങനെയാണ് കിട്ടിയത്: ഇവരാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. കുഞ്ഞാടിനോടൊപ്പം മഹത്വത്തിൽ പ്രവേശിക്കാൻ കാത്തു നിൽക്കുന്നതാണ് അവർ. ഇത് വെച്ചാൽ യേശുവിൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവർ യേശുവിനോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാത്തു നിൽക്കുന്നു. അവരുടെ എണ്ണം വളരെ വലുതാണ്. എന്നാലും ആ കൂട്ടത്തിൽ ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ച എല്ലാ മനുഷ്യരും ഇല്ല. അതിനർത്ഥം കുറേ പേര് നശിച്ചു പോകുന്നുവെന്ന്. നമ്മൾ ഈ ഓശാന ദിവസം അശുദ്ധമായ അധരത്തോടുകൂടി അശുദ്ധമായ അധരങ്ങളുള്ളവരോട് ചേർന്ന് ഈ ഓശാന ഗീതം പാടുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, എന്ന അശുദ്ധമായ അധരത്തോടുകൂടി അശുദ്ധമായ അധരങ്ങളുള്ളവരോട് ചേർന്ന് ഈ ഓശാന ഗീതത്തിൽ പങ്കെടുക്കുന്ന എനിക്ക്, ഞങ്ങൾക്കെല്ലാവർക്കും സ്വർഗരാജ്യത്തിലെ നിത്യമായ ഓശാന ഗീതത്തിൽ പങ്കെടുക്കുവാൻ സകല മാലാഖമാരും വിശുദ്ധരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ തന്നെ പാഠ്യസ്തുതിക്കുവാൻ ഒരവസരം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും തലമുറകളും എല്ലാം ആ ഓശാന ഗീതത്തിൽ പങ്കെടുക്കാൻ സ്വർഗത്തിലുണ്ടാകണം. ഈ വലിയ ആഗ്രഹത്തോടുകൂടി ജെറൂസലേം നിവാസികളെ കാണിച്ച ആ തീഷ്ണതയോടുകൂടി നമുക്ക് ഇപ്പോൾ ഓശാന പാടി
ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. സൈത്തിൻ കൊമ്പുകളേന്തീതാ പിഞ്ചു കിടാങ്ങൾ പാടുന്നു. ഭൂസ്വർഗ്ഗങ്ങളിലോശാന, ദാവീദാത്മജനോശാന. ഹോശാന ഹോശാന ദാവീദാത്മജനോശാന. ഹോശാന ഹോശാന ദാവീദാത്മജനോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഞങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മയാതനും അങ്ങയുടെ സദർശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേ. കുഞ്ഞാടിൻ്റെ രക്തത്തിലല്ല, യേശുവിൻ്റെ രക്തത്തിലാണ് രക്ഷയെന്ന് ജനങ്ങൾ വിളിച്ചു പറഞ്ഞ ദിവസമാണെന്ന്. ഈശോ കുഞ്ഞാടിൻ്റെ രക്തം മാറ്റി തൻ്റെ രക്തം പുനഃസ്ഥാപിച്ചവിടെ ആ തിരുരക്തം ഉയർത്തിക്കൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ്, ആ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇവിടെ പാടുന്ന ഈരടികളോട് ചേർന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആ ഈരടികൾ പാടിക്കൊണ്ട് ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്, ആ തിരുരക്തത്തെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. തിരുരക്തം എന്നിൽ ഒഴുകട്ടെ, അഭിഷേകം എന്നിൽ നിറയട്ടെ. തിരുരക്തം എന്നിൽ ഒഴുകട്ടെ, അഭിഷേകം എന്നിൽ നിറയട്ടെ. നമ്മൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സമർപ്പിക്കാം. നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ബുദ്ധി, ആത്മാവിനെ, നമ്മുടെ രോഗപീഠകളെ, പാപബന്ധനങ്ങളെ, ആത്മാവിൻ്റെ മുറിവുകളെ, മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം സമർപ്പിച്ച് കർത്താവ് ആ തിരുരക്തത്തിൽ തന്നെ പൂർണ്ണമായി കഴുകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അതേ ലൈനുകൾ നമുക്ക് പാടാം. തിരുരക്തം തിരുരക്തം എന്നിൽ ഒഴുകട്ടെ, അഭിഷേകം എന്നിൽ നിറയട്ടെ.
നിറയട്ടെ. തിരുരക്തം എന്നിൽ ഒഴുകട്ടെ. അഭിഷേകം എന്നിൽ നിറയട്ടെ. ഈ കോവിഡ് രോഗം മൂലം രോഗികളായിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, രോഗികളായിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, വീടുകളിലും ആശുപത്രികളിലെല്ലാം കഴിയുന്നവരുണ്ട്. അവരെല്ലാം നമുക്കിപ്പോൾ സമർപ്പിക്കാം. കർത്താവ്, അവരിലേക്ക് നിൻ്റെ തിരുരക്തം ഒഴുക്കണമേ, നിൻ്റെ തിരുരക്തത്താൽ അവർക്ക് സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ കഴുകണമേ. തിരുരക്തം അവരിൽ ഒഴുകട്ടെ, അഭിഷേകം അവരിൽ നിറയട്ടെ. ഏറ്റുചൊല്ലി പാട്ടി പ്രാർത്ഥിക്കാം. എല്ലാവരെയും സമർപ്പിച്ച് അവരിൽ ഹല്ലേലൂയ, ഒഴുകട്ടെ. ഹല്ലേലൂയ, അഭിഷേകം ഹല്ലേലൂയ. അവരിൽ നിറയട്ടെ. എല്ലാ ഡോക്ടർമാരെയും നഴ്സുമാരെയും ആശുപത്രി പ്രവർത്തകരെയൊക്കെ നമുക്ക് സമർപ്പിക്കാം. കർത്താവ്, ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത് അവരാണ്. നിന്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം അവർക്ക് നൽകണമേ, നിന്റെ തിരുരക്തത്താൽ അവരെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗി ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുരക്തം അവരിൽ ഒഴുക്കണമേ. തിരുരക്തം അവരിൽ ഒഴുകട്ടെ, ഹല്ലേലൂയ. അഭിഷേകം അവരിൽ നിറയട്ടെ. രാഷ്ട്രത്തലവന്മാരെ നമുക്ക് സമർപ്പിക്കാം. അവരിലേക്കെല്ലാം ആ തിരുരക്തത്തിൻ്റെ യോഗ്യത കടന്നു ചെല്ലാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും പാടാം. തിരുരക്തം അവരിൽ ഒഴുകട്ടെ, അഭിഷേകം അവരിൽ നിറയട്ടെ. കർത്താവിനെ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളയവരും ബലഹീനരും പാപികളും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധത്ര വില അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടകൾ ശ്രമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മൗത്തമണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേശത്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മേലധ്യക്ഷനും പിതാവുമായ റിമേജസ് മെത്രാന് വേണ്ടിയും മറ്റെല്ലാ സഭാധ്യക്ഷന്മാർക്കും മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ ദർശനധിയിൽ സന്ദേശം കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപനസ്മരണ അങ്ങയുടെ വർണ്ണനയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ
വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധമാമോദിസായുടെ സജീവവും ജീവദായകവുമായ അലത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകനായ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യരത്വത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യും. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായി എന്നതിൻ്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും
അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ്, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങളൊന്ന് ചേർന്നിപ്പോൾ ആവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരവയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ജനതകളെല്ലാം അണയുക വേഗം, ദിവ്യരഹസ്യം കൈക്കൊള്ളാനാ. മുന്നിലിതാ മുറിവേറ്റ ശരീരം, ചിന്തിയ രക്തവും ഉൾക്കൊള്ളാം നാം. പാപവിമോചനമേകും കനലിത് ജീവിപ്പിച്ചു മർത്യരെയെല്ലാം. ഏകസ്വരത്തിൽ വാഴ്ത്തിപ്പാടാം വാനവരൊപ്പം ഹല്ലേലൂയാ. സ്ത്രീകളുള്ളവരെ, നമുക്കിന്ന് ഈശോയെ സ്വീകരിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ടെങ്കിലും പറ്റുന്നില്ലല്ലോ. കരൂപയിൽ ഈശോയെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ ഒരുക്കാം. കർത്താവേ, അരൂപിയിൽ എന്നിലേക്ക് അവിടുന്ന് കടന്നു വരണമേ, എന്നിൽ വസിക്കണമേ, ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിശബ്ദതയിലിരുന്നു കൊണ്ട് വിശ്വാസത്തിൽ നമുക്ക് ഈശോയെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ആ സമയത്ത് അരൂപിയിൽ ഈശോയെ സ്വീകരിക്കുന്നതിൻ്റെ പ്രാർത്ഥന ഇവിടെ ചൊല്ലും. നമുക്ക് മനസ്സോട് ചേർന്ന്, ഹൃദയത്തോട് ചേർന്ന് ആ പ്രാർത്ഥന ചൊല്ലി ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ ശ്രമിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകപ്പെടട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും
എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നിന്ദിവ്യരക്തശരീരങ്ങൾ ഞങ്ങൾക്കു നൽകിയ നാഥ, സ്വർഗത്തിൽ നിത്യമാം നിൻമുഖം കാണുവാൻ ഭാഗ്യമേകണേ. നന്ദിയോടങ്ങയെ വാഴ്ത്തുവാൻ ഞങ്ങൾക്കനുഗ്രഹമേകണേ. നിത്യവുമങ്ങയെ കാണുവാൻ സ്വർഗത്തിൽ ഞങ്ങളെ ചേർക്കണേ. നിൻ ദിവ്യരക്തശരീരങ്ങൾ ഞങ്ങൾക്കു നൽകിയ നാഥ, സ്വർഗത്തിൽ നിത്യമാം നിൻമുഖം കാണുവാൻ ഭാഗ്യമേകണേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവന്റെ വാഗ്ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മിശിഹായുടെ മരണപുത്ഥാനവും അനുസ്മരിക്കുന്ന ഈ പരിഹാര ബലിയിൽ പങ്കുചേരുവാനും ദിവ്യരഹസ്യങ്ങളിൽ സ്വീകരിക്കുവാനും ഇടയാക്കിയതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണം വഴി നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഓശാന ഗീതങ്ങളുടെ മധ്യേ ജെറുസലമിൽ പ്രവേശിച്ച കർത്താവേ, ഓശാന പാടി നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കിയതിന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ പെസഹ രഹസ്യത്തിൽ പങ്കുചേർന്നവരായി ഞങ്ങൾ സ്വർഗീയ ജെറുസലമിൽ എത്തിച്ചേർന്ന് അഭിരാമൻ നിന്നെ മഹത്വപ്പെടുവാനിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. നരരക്ഷകനും നാഥനുമായി ധരയിലണിഞ്ഞൊരു മിശിഹായെ നൽകിയ താതനു വന്ദനവും സ്തുതിയുമണയ്ക്കാം സാമോദം. എളിയൊരു കഴുതപ്പുറമേറി വന്നൊരു രാജനെ വന്ദിക്കാൻ ഓശാനകളാൽ വാഴ്ത്തിടുവാൻ ഇടയാക്കണമേറുകായേ. ആമേൻ. പീഡ സഹിക്കാൻ കുരിശേറാൻ ഓർസ്ലേം പുൽകിയ തിരുനാഥൻ ത്യാഗമുടെന്നും ജീവിക്കാൻ നിത്യമനുഗ്രഹമരുളട്ടെ. മന്നിതിൽ നിങ്ങൾ സ്തുതി പാടി വിണ്ണിലും അവനെ വാഴ്ത്തിടുവാൻ ദൈവം വരനിര ചൊരിയട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ പഠനമേ സ്വസ്തി. നിന്നിലെ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പരിഹരിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇതിനു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.